നമ്മുടെ ഭിന്നസംഖ്യകളുടെ 17ാമത്തെ വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ ഇഷ്ടത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് ജോസ് കാപ്പൻ. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ 81 മുതൽ 85 വരെയുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ കുറച്ച് കുട്ടികൾ പറഞ്ഞു, സാറേ ആൻസർ മാർക്ക് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് തരാമോ? കാരണം ഞങ്ങൾ ഓപ്ഷനൊക്കെ നോക്കി ചെയ്യുമ്പോൾ അതാ ഞങ്ങൾക്ക് എളുപ്പം. അപ്പം ഇവിടെ ഇടത് സൈഡിൽ കിടക്കുന്നത് ആൻസർ മാർക്ക് ചെയ്യാത്ത ചോദ്യങ്ങളും വലത് സൈഡിൽ അതിൻ്റെ ആൻസറുകൾ ബോൾഡാക്കി മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇടത് സൈഡിൽ നോക്കി ചെയ്യുക, ഉത്തരം ശരിയാണോ എന്ന് വലത് സൈഡിൽ നോക്കുക. എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? അടിപൊളിയല്ലേ? ഓക്കെ, അപ്പം ചെയ്ത് നോക്കുക. ആദ്യം വീഡിയോ കാണരുത്, ആദ്യം പോസ് ചെയ്ത് വെച്ച് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ എക്സ്പ്ലനേഷൻ ഒന്ന് ഓടിച്ച് കാണുക. എളുപ്പത്തിൽ തന്നെയാണോ, ഞങ്ങൾ ചെയ്ത പോലെ തന്നെയാണോ സാറ് ചെയ്തേ, എന്തെങ്കിലും എളുപ്പമാർഗം ഉണ്ടോ എന്നറിയാൻ. ഓക്കെ, മുന്നോട്ട് പോവാം. ആദ്യത്തെ ചോദ്യം ചെറുതേതെന്നാണ് ചോദ്യം, അല്ലേ? ചെറുത് കണ്ടുപിടിക്കാനാണ്. ഓക്കെ, അപ്പം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ 7/11 ഉണ്ട് മക്കളെ, 8/13 ഉണ്ട് മക്കളെ, 2/3 ഉണ്ട് മക്കളെ, 5/8 ഉണ്ട്. ഇതിലേറ്റവും ചെറുത് കണ്ടുപിടിക്കണം. നമുക്ക് ഓരോ രണ്ടെണ്ണം കമ്പയർ ചെയ്താലോ? ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പം ആദ്യത്തെ രണ്ടെണ്ണം കമ്പയർ ചെയ്യുവാണെങ്കിൽ 7 × 13 അല്ലേ, നമുക്ക് 91 കിട്ടും. ഇത് 11 × 8 88 കിട്ടും. ഇതിലെ ചെറുതല്ലേ വേണ്ടത്? അപ്പോൾ ഈ രണ്ടെണ്ണത്തിൽ ചെറുത് ഏതാ? 8/13. അപ്പം ഇത് വലുതാണ്, ഇതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അടുത്ത രണ്ടെണ്ണം കമ്പയർ ചെയ്യാം. ഇവന്മാരെ രണ്ടുപേരെയും കമ്പയർ ചെയ്യാം. ആണോ? n3 24 13 × 2 26 അതിൽ ചെറുത് ഏത് തന്നെയാണ്? 8/13 തന്നെയാണ്. അപ്പം നമുക്കിനി ഇവൻ്റെ ആവശ്യമില്ല, കാരണം ഇവൻ വലുതാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനിയുള്ള അടുത്ത രണ്ടെണ്ണം കമ്പയർ ചെയ്യുമ്പം മക്കളെ എനിക്ക് മനസ്സിലായി. n8 64 ആണോ? 13 × 5 65. അപ്പോൾ ഇതിൽ ചെറുത് വീണ്ടും ഏത് തന്നെ? 8/13 തന്നെയാണ് ചെറുത്. അപ്പോൾ ഇവയിൽ ഏറ്റവും ചെറുത് 8/13. ഞാൻ ഓരോ രണ്ടെണ്ണം കമ്പയർ ചെയ്തു. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 1/2, 2/5 എന്നീ ഭിന്നസംഖ്യകൾക്കിടയിലുള്ള ഒരു ഭിന്നസംഖ്യയാണ് 4/k എങ്കിൽ k ഏത് NL സംഖ്യയാണെന്നാണ് ചോദ്യം. ഓക്കെ, നമുക്കറിയാം 2 ഭിന്നസംഖ്യകൾ തന്നിട്ട് അതിനിടയിലുള്ള ഭിന്നസംഖ്യ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യാറ് മക്കളെ? അംശവും കൂട്ടും, ഛേദവും കൂട്ടി. അപ്പം ഞാൻ കൂട്ടി 1, 2, 3 വന്നു. ഇവിടെ 2, 5, 7 വന്നു അല്ലേ? നമുക്കറിയാം ഇവിടെ 4/k ആണെന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? ഇവിടെ 3/7 ഇടയ്ക്ക് വന്നേക്കുന്നത്. അപ്പോൾ അതല്ല. വീണ്ടും ഈ രണ്ടെണ്ണം കമ്പയർ ചെയ്യുക. ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ളത് കണ്ടുപിടിക്കുമ്പം ഏത് കിട്ടും മക്കളെ? 3, 1, 4, 2, 7, 9 4/9 കിട്ടി. കണ്ടോ? അപ്പം 4/9 എന്ന് പറയുന്നത് 1/2 2/5 ഇടയിലുള്ള ഒരു ഭിന്നസംഖ്യയാണ് അല്ലേ? ഇവിടെ 4/k എന്നല്ലേ? അപ്പോൾ 4/kയുടെ സ്ഥാനത്ത് കിടക്കുന്ന സാധനം ഏതാ? 9 അല്ലേ മക്കളെ? അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് 9. ആൻസർ ഓപ്ഷൻ ഡി 9. കണ്ടോ? 1/2 2/5 ഇടയിൽ ഭിന്നസംഖ്യകൾക്കിടയിലുള്ളൊരു ഭിന്നസംഖ്യയാണ് 4/k എന്നുണ്ട്. നമുക്കറിയാം 4/9 ആണ് ഇതിനിടയിലുള്ളത് എന്ന് നമുക്ക് മനസ്സിലായി. ആണോ? 4/9 ശരിയല്ലേ? അപ്പം താഴത്തെ കെയുടെ വില 9. ശരി, മുന്നോട്ട് വരാം. അടുത്ത ചോദ്യം UPSCയുടെ ചോദ്യം 2024 ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്യണേ അല്ലേ? ഓക്കെ, നമുക്കിത് ചെയ്യാം. നല്ല ചോദ്യമാണ്. 4/20 ഓക്കെ പ്ലസ് 8/200 ഓക്കെ പ്ലസ് 32/2000 ഇതിന് തുല്യമായ ദശാംശ സംഖ്യയല്ലേ കാണണ്ടേ മക്കളെ? ഞാൻ ചെയ്യുന്ന ടെക്നിക്ക് നോക്കിക്കേ. ഞാൻ ഇതിനെയും 2 കൊണ്ട് വെട്ടി. അപ്പം മുകളിൽ 2ഉം താഴെ 10ഉം വന്നു. ഇതിനെയും 2 കൊണ്ട് വെട്ടി. അപ്പം മുകളിൽ 4ഉം താഴെ 100ഉം വന്നു. ഇതിനെയും 2 കൊണ്ട് വെട്ടി. മുകളിൽ 16ഉം താഴെ 1000ഉം വന്നു. കണ്ടോ? അപ്പം 2/10 പ്ലസ് കണ്ടോ 4/100
പ്ലസ് 16/1000 എന്ന് വന്നു. കണ്ടോ, നമുക്ക് 10 കൊണ്ട് ഹരിക്കാൻ 2/10 എന്ന് പറഞ്ഞാൽ 0.2 4/100 എന്ന് പറഞ്ഞാൽ 0.04 16/1000 എന്ന് പറഞ്ഞാൽ 0.016 ഇതെല്ലാം കൂടെ കൂട്ടിയാൽ 6, 5, 2 പോയിൻ്റ്. സോ ആൻസർ 0.256 ഓപ്ഷൻ സി ആണ് കറക്റ്റ്. കണ്ടോ, ഇങ്ങനെ ചെയ്തപ്പോഴത്തേക്കും നമുക്ക് ദശാംശസംഖ്യകളാക്കി എടുക്കാനും എളുപ്പമാണ്. കാരണം താഴെ 10ഉം 100ഉം 1000 ഒക്കെ വരുമ്പം ദശാംശസംഖ്യകളായിട്ട് ചെയ്യാൻ എളുപ്പമുണ്ടല്ലോ. 10 കൊണ്ട് ഹരിക്കാൻ 1 പോയിൻ്റ് ഇടത്തോട്ട് മാറ്റണം, 100 കൊണ്ട് ഹരിക്കാൻ 2 പോയിൻ്റ് ഇടത്തോട്ട് മാറ്റണം, 1000 കൊണ്ട് ഹരിക്കാൻ 3 പോയിൻ്റ് ഇടത്തോട്ട് മാറ്റണം. കണ്ടോ, വ്യക്തമല്ലേ? ആണ്. അടുത്ത ചോദ്യം, സംഖ്യാരേഖയിലെ 3/5 4/5 ഇടയിൽ വരാത്ത ഭിന്നകം. 3/5 ഓക്കെ 4/5 ഇടയിൽ വരാത്ത ഭിന്നസംഖ്യ കണ്ടുപിടിക്കണം. അല്ലേ മക്കളെ? ഇടയിൽ വരുന്നതാണ് സാധാരണ ചോദിക്കുന്നത്, ഇതിൽ വരാത്തതാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടെ നല്ലതേ ഓരോന്നിൻ്റെയും വില കണ്ടുപിടിച്ച് ചെയ്യുന്ന. വില കണ്ടുപിടിക്കുക എളുപ്പത്തിന് നമ്മൾ എല്ലാത്തിനെയും 10 കൊണ്ട് ഗുണിച്ചത് ഓർക്കുന്നുണ്ടോ? അപ്പോൾ ഈ 3നെ 10 കൊണ്ട് ഗുണിച്ചു, 4നെയും 10 കൊണ്ട് ഗുണിച്ചു. അപ്പം 30/5 എന്ന് പറഞ്ഞാൽ 6 കിട്ടി, ശരിയല്ലേ? 40/5 പറഞ്ഞാൽ 8 കിട്ടി. അപ്പം 6നും 8നും ഇടയിൽ വരാത്ത ഭിന്നസംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. ശരി, അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ 2/3 അല്ലേ മക്കളെ? ഈ 2/3നെ നമ്മൾ ഈ ചോദ്യത്തിൽ 10 കൊണ്ട് ഗുണിച്ചെങ്കിൽ 2/3നെയും 10 കൊണ്ട് ഗുണിക്കണ്ടേ? അപ്പോൾ അത് 20/3 എന്നാകും മക്കളെ. 20/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 3 18 ആണോ? അപ്പോൾ 6 പോയിൻറ്റ് സംതിങ്ങാണ്. 6 പോയിൻറ്റ് സംതിങ് എന്ന് പറഞ്ഞാൽ 6നും 8നും ഇടയ്ക്കാണ്. അപ്പം ഈ ഓപ്ഷനെ 6നും 8നും ഇടയ്ക്ക് വരും. ഓപ്ഷൻ ബി നോക്കാം. ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാൽ 5/8 എന്നല്ലേ കിടക്കുന്നത്? നമ്മൾ 50/8 ആയിട്ടല്ലേ എടുക്കണ്ടേ? അല്ലേ? ആണ്. 50/8 എന്ന് പറഞ്ഞാൽ 6 8 48, 6 പോയിൻറ്റ് സംതിങ് അല്ലേ ഇതും? അപ്പം ഇതും 6നും 8നും ഇടയ്ക്കല്ലേ? അപ്പോൾ ഇതും 6നും 8നും ഇടയ്ക്കാം. ഓപ്ഷൻ സി നോക്കാം. ഓപ്ഷൻ സി 3/7 അല്ലേ മക്കളെ? 3/7നെ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ 30/7 എന്ന് വരില്ലേ? 30/7 എന്ന് പറഞ്ഞാൽ 7 4 28, 4 പോയിൻറ്റ് സംതിങ് അല്ലേ? ഇത് 6നും 8നും ഇടയ്ക്ക് വരുമോ? ഇല്ല. അപ്പോൾ ഇടയിൽ വരാത്ത ഭിന്നകം ഏതാ? ആൻസർ ഓപ്ഷൻ സി ആണ്, 3/7. ചെയ്ത ടെക്നിക്ക് മനസ്സിലായില്ലേ മക്കളെ? ഞാൻ ഓരോന്നിൻ്റെ വില കണ്ടുപിടിച്ച് ചെയ്തു, അതാണ് നമുക്ക് എളുപ്പം. കാരണം ഇടയിൽ വരാത്തതല്ലേ കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ 3 വരുന്ന, 1 വരാത്താണോ എന്നറിയാൻ വില കണ്ടുപിടിച്ച് ചെയ്താലേ ശരിയാവത്തുള്ളൂ. 85ാമത്തെ ചോദ്യം. ഇത് വാട്ടർ ടാങ്കിൻ്റെ ടൈപ്പ് ചോദ്യമാണ്. ഇത്തരം ചോദ്യങ്ങൾ ശ്രദ്ധിച്ചോണം. ഇത് ഭിന്നസംഖ്യ എന്ന് വരുന്നതാണ്. ഒരു വാട്ടർ ടാങ്കിൽ 10.5 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ ടാങ്കിൻ്റെ 4/3 അതായത് 1/4 ഭാഗം നിറഞ്ഞു എങ്കിൽ ടാങ്കിൽ ആകെ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? ചോദ്യം വ്യക്തമാണല്ലോ മക്കളെ? അല്ലേ? എങ്കിൽ ടാങ്കിൽ ആകെ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? ഓക്കെ, അപ്പം ടാങ്കിൻ്റെ ആകെ കപ്പാസിറ്റി എക്സ് ലിറ്റർ ആണെങ്കിൽ അതിൻ്റെ 1/4 ഭാഗം എന്ന് പറഞ്ഞാൽ 10.5 ലിറ്ററാണ്. ശരിയല്ലേ? ആകെ എക്സ് ലിറ്റർ കപ്പാസിറ്റി ഉള്ള ടാങ്കാണെന്ന് വിചാരിക്കുക. 10.5 ലിറ്റർ ഒഴിച്ചപ്പം 1/4 ഭാഗം നിറഞ്ഞു എന്ന് പറഞ്ഞാൽ ആകെ കപ്പാസിറ്റിയുടെ 1/4 ഭാഗം എന്ന് പറഞ്ഞാൽ 10.5 ലിറ്റർ ആണെന്നർത്ഥം. ഇതിൽ നിന്ന് ആകെ കപ്പാസിറ്റി കണ്ടുപിടിക്കാം. 10.5 × 4 ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ മതി. ശരിയല്ലേ? ആണ്. ഇനി ഞാൻ വെട്ടിക്കളയുന്നു, ശ്രദ്ധിക്കണേ. 3നെയും 10.5നെയും നമുക്ക് 0.5 വെച്ച് വെട്ടാം. 3ൽ 0.5 6 തവണയുണ്ട്. 10.5ൽ നമുക്കറിയാം 10ൽ 20 തവണയുണ്ട് 0.5. 10.5 എന്ന് പറയുമ്പോൾ 21 തവണയുണ്ട്. യെസ്, 6ഉം 21ഉം വീണ്ടും 3 വെച്ച് വെട്ടാം. ഇത് 2 തവണ, ഇത് 7 തവണ. ഈ 2ഉം 4ഉം വെട്ടാം 2 തവണ. ആൻസർ 14 ലിറ്റർ എന്ന് കിട്ടും ചോദ്യത്തിൻ്റെ ഉത്തരം. അതായത് 10.5 ലിറ്റർ എന്ന് പറഞ്ഞാൽ ടാങ്കിൻ്റെ കപ്പാസിറ്റിയുടെ 1/4 ഭാഗമാണ്.
അപ്പോൾ ടാങ്കിൻ്റെ കപ്പാസിറ്റി എക്സ് ലിറ്റർ ആണെങ്കിൽ അതിൻ്റെ 1/4 ഭാഗം എന്ന് പറഞ്ഞാൽ 10 ലിറ്റർ. അതിൽ നിന്ന് എക്സ് കണ്ടുപിടിച്ചു. താഴെ കിടക്കുന്ന 4 അങ്ങോട്ട് പോകുമ്പോൾ ഗുണിക്കാനാവും, മുകളിൽ കിടക്കുന്ന 3 താഴേക്ക് വരുമ്പോൾ ഹരിക്കാനാവും. 0.5 വെച്ച് വെട്ടിക്കളഞ്ഞു. 3-ൽ 0.5, 1-ൽ 2 തവണയില്ലേ, 2-ൽ 4 തവണ, 3-ൽ 6 തവണ, 10-ൽ 20 തവണ, 10-ൽ 21 തവണ, എന്നിട്ട് വെട്ടിക്കളഞ്ഞു. കണ്ടോ? ഇനി അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വേറൊരു ചെറിയ ടെക്നിക്ക് പറഞ്ഞു തരാം മക്കളെ. ഈ 10.5 ലിറ്റർ 4-ൽ 3 ഭാഗം നിറഞ്ഞെന്നല്ലേ, അപ്പോൾ ആകെ 4ആയിട്ട് വിരിച്ചതിൽ 3 ഭാഗം നിറയാൻ 3 ഭാഗം നിറയാൻ എത്ര ലിറ്റർ വെള്ളം വേണ്ടി വന്നു? 10.5 ലിറ്റർ വെള്ളം വേണ്ടി വന്നു. ആകെ എന്ന് പറഞ്ഞാൽ 4 ഭാഗമല്ലേ, അപ്പം 4 ഭാഗം നിറയാൻ എത്ര വെള്ളം വേണം നോക്കി ഉത്തരവായില്ലേ. 4ആയിട്ട് വിരിച്ചതിൽ 3 ഭാഗം നിറയാൻ 10.5 ലിറ്റർ ആവശ്യമായിട്ട് വന്നു. 4 ഭാഗം നിറയാൻ എത്ര ലിറ്റർ വേണമെന്നല്ലേ, മുഴുവൻ നിറയാൻ എന്ന് പറഞ്ഞാൽ 4 ഭാഗമല്ലേ. അപ്പം 4 ഭാഗം നിറയാൻ എത്ര ലിറ്റർ വേണം നോക്കിയാൽ മതി. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 4 × 10/3 കണ്ടോ. എന്നാലും നമ്മളിവിടെ ചെയ്തതുപോലെ തന്നെയാണ് വരണേ. അപ്പോൾ ആൻസർ 14 ലിറ്റർ എന്ന് കിട്ടും. 14 ലിറ്റർ കണ്ടോ. അങ്ങനെയും ചെയ്യാം. ഓക്കെ ആണോ? ഇന്നത്തെ ചോദ്യങ്ങളെല്ലാം മനസ്സിലായോ? ഓക്കെ. ഇനി ഇതിൻ്റെ അടുത്ത പാർട്ട് വീഡിയോയുമായിട്ട് തീരാറായി കേട്ടോ. 1-2 വീഡിയോ കൂടെ മതി. 2024 ചോദ്യങ്ങളല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അടുത്ത പാർട്ട് വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, താങ്ക് യു.